നമ്മളെ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്റ്റ് തരുന്ന ഒരാളും ഉണ്ടാവും അല്ലേ. നമ്മളൊരു കാര്യം മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് മേടിക്കപ്പെടുന്ന ഒന്നുകിലൊരു കച്ചവടക്കാരനുണ്ടാവാം, അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ ആവാം. ഇനി ഒരു സർവീസ് ആണെങ്കിൽ ആ സർവീസ് തരുന്ന ആളാവാം. നമ്മൾ മേടിക്കാൻ പോകുന്ന സമയത്ത് നമുക്കും ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ടാവാം, ഈ തരുന്ന ആൾക്കും അവരുടെ ബ്രെയിനും പ്രവർത്തിക്കുന്നുണ്ടാവും. ആസ് എ ബയർ എന്നുള്ള നിലക്ക് നമ്മുടെ ബ്രെയിന് 3 തരത്തിലാണ് ആ സമയത്ത് പ്രവർത്തിക്കുക. സെല്ലർ എന്നുള്ള കാര്യത്തിൽ ആ സെല്ലറുടെ മൈൻഡും ഇതേപോലെ തന്നെ 3 തരത്തിലാണ് പ്രവർത്തിക്കുക. ഒന്ന്, നമുക്ക് ഏതൊരു സാധനം മേടിക്കാൻ പോകുന്ന സമയത്തും ആദ്യമായിട്ടൊരു കടയിലേക്ക് ചെല്ലുമ്പോൾ നമുക്കുണ്ടാവുന്നത് ഒരു പേടിയാണ്. ഞാൻ ഈ സാധനം മേടിക്കാൻ പോകുമ്പോൾ ഇയാൾ ഒറിജിനൽ തന്നെയാണോ എനിക്ക് തരിക, അല്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് പ്രൈസിന് തന്നെയാണോ ആളെനിക്ക് വിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ കൊണ്ടുവച്ചെന്നുള്ളൊരു പേടിയാണ് നമുക്ക് വരുന്നുണ്ടാവുക. ഇത് പ്രൊഡക്റ്റിലുണ്ടാവുക, സർവീസിലുണ്ടാവുക. സർവീസിൽ ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് നമ്മുടെ അടുത്ത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇതേ റേറ്റ് തന്നെയാണോ ആ ടിക്കറ്റിനുള്ളത്, അല്ലെങ്കിൽ ആൾ ടിക്കറ്റ് ഒറിജിനൽ തരാതെ എനിക്ക് ഫേക്ക് കോപ്പി തന്ന് എന്നെ പറ്റിക്കോ. ഈ ചിന്തകളൊക്കെ ആർക്കുണ്ടാവാം? കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർക്ക് ഉണ്ടാവാം. ഈ ഫിയർ പാർട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടാണ്. ആദ്യമായിട്ട് ഈ ഫിയർ പാർട്ട് ക്ലിയർ ആയാൽ മാത്രമായിരിക്കും രണ്ടാമത്തെ പാർട്ടായ ലോജിക്ക് പാർട്ടിലേക്ക് ആൾ പോവുക. ഈ ലോജിക്ക് പാർട്ടിലാണ് വരുന്നത് നമ്മുടെ വില എത്രയാണ്, എത്ര സമയം കൊണ്ടാണ് നിങ്ങൾ ഈ സർവീസ് എനിക്ക് തരുന്നുണ്ടാവുക, അല്ലെങ്കിൽ എത്ര ഇതിന് വാറൻറ്റി ഉണ്ട്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റാണ് എത്ര വാറൻറ്റി ഉണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്, ഇതിന് 1 ടൈം പേയ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ എനിക്ക് ക്രെഡിറ്റ് കിട്ടുമോ എന്നുള്ള ചിന്തകളൊക്കെ എവിടെയാണ് വരുന്നുണ്ടാവുക? ലോജിക്ക് പാർട്ടിലാണ്. മൂന്നാമത്തെ പാർട്ടാണ് ഇമോഷണൽ പാർട്ട്. ഈ ഫിയർ പാർട്ടും ലോജിക്ക് പാർട്ടും ക്ലിയർ ആയാലും കസ്റ്റമർ നമ്മുടെ അടുത്ത് നിന്ന് സാധനം മേടിക്കില്ല. അവർക്ക് എന്ത് വേണം? നമ്മുമായിട്ടൊരു ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റും കൂടി ഉണ്ടാകുന്ന സമയത്തായിരിക്കും കസ്റ്റമർ എന്ത് ചെയ്യുക? ഈ പ്രൊഡക്റ്റ് മേടിക്കുക. ഇതിൽ ഒന്നാമത്തെ പാർട്ട് ഫിയർ പാർട്ട് നമുക്ക് കസ്റ്റമർക്ക് ക്ലിയർ ആയി കൊടുക്കണമെങ്കിൽ ആസ് എ സെല്ലർ എന്നുള്ള നിലക്ക് നമ്മുടെ ഫിയർ പാർട്ട് ക്ലിയർ ആവണം. നമ്മുടെ ഫിയർ പാർട്ടിൽ ഒന്നാമതായിട്ട് തന്നെ നമ്മൾ ക്ലിയർ ആക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ പോവുക അല്ലേ. വിൽക്കാൻ പോകുന്ന ഞാനെന്ന ഈ ആൾ ഈ വിൽക്കാൻ പോകുന്ന കാര്യം, പറയാൻ പോകുന്ന കാര്യം 100% ആക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ മാത്രമായിരിക്കും നമുക്കൊരു കസ്റ്റമറുടെ അടുത്ത് പറയാൻ പറ്റുക, ഈ കാര്യത്തിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയുന്ന കാര്യം അവർക്ക് വിശ്വസിക്കുന്ന തരത്തിൽ പറയാനും ആ പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാനും നമുക്ക് പറ്റണം. അപ്പോഴാണ് കസ്റ്റമർ എന്ത് ചെയ്യുക? നമ്മളെ ട്രസ്റ്റ് ചെയ്യുക. അങ്ങനെ കസ്റ്റമർ ട്രസ്റ്റ് ചെയ്താൽ മാത്രമാണ് രണ്ടാമത്തെ പാർട്ടിലേക്ക് കസ്റ്റമർ പോകുള്ളൂ. രണ്ടാമതായിട്ട് ആ കസ്റ്റമർ നോക്കുന്നുണ്ടാവുക നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടായിരിക്കും. ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും ആസ് എ സെല്ലർ എന്നുള്ള നിലക്ക് നമുക്കും ധാരണ വേണം. നമ്മൾ വിൽക്കാൻ പോകുന്ന പ്രൊഡക്റ്റിൽ നമുക്ക് നല്ല നോളജ് വേണം, ആ ഇൻഡസ്ട്രിയിൽ നല്ല നോളജ് വേണം, ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതേപോലെ അതിന് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അങ്ങനെ ആ രണ്ടാമത്തെ പാർട്ടും നമ്മൾ ആ ഫിയർ പാർട്ടും കസ്റ്റമർക്ക് ക്ലിയർ ചെയ്താൽ മൂന്നാമത്തെ ഒരു പാർട്ടും കൂടി കസ്റ്റമർക്ക് വരും. അപ്പോൾ ആൾ നോക്കും ഇതിൻ്റെ ബ്രാൻഡ്, ഇത് നല്ല ബ്രാൻഡാണോ. ഇപ്പോൾ നമ്മൾ സർവീസ് കൊടുക്കുകയാണെങ്കിൽ മാപ്ഷോർ ആണ് സർവീസ് കൊടുക്കുന്നത്, മാപ്ഷോർ നല്ല കമ്പനിയാണോ. അപ്പോൾ ആൾ എന്ത് ചെയ്യും? ഗൂഗിൾ റിവ്യൂ നോക്കുന്നുണ്ടാവും, ഒരുപാട് ഓപ്ഷൻസ് കൂടെ കമ്പനിനെ പറ്റിയിട്ടും നോക്കുന്നുണ്ടാവും. ഇപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് കസ്റ്റമറുടെ ഫിയർ മാറ്റി കൊടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ഫിയർ മാറ്റണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യണം? നല്ല വിശ്വാസം വേണം. ആ വിശ്വാസം എങ്ങനെ കിട്ടും? നിങ്ങൾക്ക് ആരാണോ ഈ പ്രൊഡക്റ്റ് നിങ്ങളെ ഏൽപ്പിക്കുന്നത് അവരെ നിങ്ങൾക്ക് വിശ്വാസം വേണം. ഈ ട്രസ്റ്റ് ഫാക്ടർ ഉണ്ടാക്കുമ്പോഴാണ് കസ്റ്റമർ എന്ത് ചെയ്യുക? നമ്മളെ വിശ്വസിക്കാൻ തുടങ്ങും.